നമസ്കാരം. ലൈവ് ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. പശ്ചിമബംഗാളിലെ സിലിഗുഡിയിൽ 15 പേരുടെ മരണത്തിനിടയാക്കിയ ട്രെയിൻ അപകടത്തിൽ സിഗ്നൽ അവഗണിച്ചതാണ്. അത് ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് സിഗ്നൽ അവഗണിച്ചതാണ് അപകടത്തിന് കാരണമെന്ന തരത്തിലുള്ള നിഗമനങ്ങൾ വരുന്നുണ്ട്. ഒപ്പം BS യെദ്യൂരപ്പ, മുൻ കർണാടക മുഖ്യമന്ത്രി BJP നേതാവുമായ BS യെദ്യൂരപ്പ പോക്സോ കേസിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. അതിന്റെ അടക്കം വിശദാംശങ്ങൾ വരുന്നുണ്ട് ഈ മണിക്കൂറുകളിൽ. നോക്കാം ആദ്യം പ്രധാന തലക്കെട്ട്. ലൈവ് ന്യൂസിലേക്ക് വിശദമായി. പശ്ചിമബംഗാളിലെ സിലിഗുഡിയിൽ ട്രെയിൻ അപകടത്തിൽ മരണം 15ആയി. മരിച്ചവരിൽ 3 പേർ റെയിൽവേ ജീവനക്കാരാണ്. 50 പേർക്ക് പരിക്കേറ്റു. കാഞ്ചൻജംഗ എക്സ്പ്രസ് ഗുഡ്സ് ട്രെയിനുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് സിഗ്നൽ അവഗണിച്ചതാണ് അപകടത്തിന് ഇടയാക്കിയതെന്ന് റെയിൽവേ വൃത്തങ്ങൾ വ്യക്തമാക്കി. ഗുഡ്സ് ട്രെയിനിന്റെ ആദ്യ 5 കോച്ചുകളും കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ അവസാന 4 ബോഗികളും എഞ്ചിനിൽ നിന്ന് വേർപെട്ടു. 19 ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. ദിബ്രുഗഡ് കന്യാകുമാരി എക്സ്പ്രസിന്റെ ഇന്നത്തെ യാത്ര റദ്ദാക്കിയതായി റെയിൽവേ അറിയിച്ചു. 20 ട്രെയിനുകൾ വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും മുഖ്യമന്ത്രി മമതാ ബാനർജിയും സിലിഗുഡിയിലേക്ക് തിരിച്ചു. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് റെയിൽവേ 10 ലക്ഷം രൂപയും ഗുരുതര പരിക്കേറ്റവർക്ക് 2.5 ലക്ഷം രൂപയും ധനസഹായം നൽകും. കേന്ദ്ര സർക്കാർ 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. റെയിൽവേ മന്ത്രി രാജിവെക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ബൽറാം, ഏതായാലും അപകടത്തിന് എങ്ങനെ സംഭവിച്ചെന്ന് സംബന്ധിച്ചപ്പോൾ ഒരു വ്യക്തത വരുന്നുണ്ടോ? ഗൂഗിൾ അപകടത്തിന്റെ കാരണം സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തത കൈവന്നിരിക്കുന്നു. റെയിൽവേ ബോർഡ് മായി ബന്ധപ്പെട്ട തന്നെയാണ് ഇക്കാര്യത്തിൽ പ്രാഥമികമായ ഒരു വിശദീകരണം ലഭിച്ചിരിക്കുന്നത്. ഈ ഗൂഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് സിഗ്നൽ തെറ്റിച്ച് മുന്നോട്ടു പോയതാണ് ഈ അപകടത്തിന് ഇടയാക്കിയത് എന്നുള്ളതാണ് റെയിൽവേ ബോർഡിൽ നിന്നും ലഭിക്കുന്ന വിശദീകരണം എന്നുള്ളത്. ഒപ്പം തന്നെ ഈ പ്രദേശത്ത് ഓട്ടോമേറ്റഡ് സിഗ്നലിംഗ് സംവിധാനത്തിന് തകരാറിലായിരുന്നു എന്നുള്ള വിവരവും പുറത്തു വന്നിട്ടുണ്ട്. റാണിപത്ര റെയിൽവേ സ്റ്റേഷനും ചത്താർഹാട്ട് റെയിൽവേ സ്റ്റേഷനും ഇടയിലുള്ള ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സംവിധാനം ഇന്ന് പുലർച്ചെ 5:50 മുതൽ തകരാറിലായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഈ അപകടമുണ്ടാകുന്നത് രാവിലെ 8:55 കൂടിയാണ്. ഈ ഓട്ടോമാറ്റഡ് സിഗ്നലിംഗ് സംവിധാനത്തിനുണ്ടായ താളപ്പിഴയാണോ ഇത്തരത്തിൽ ഈ സിഗ്നൽ അവഗണിച്ച് മുന്നോട്ട് വരാൻ ഇടയാക്കിയത് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സംഭവ സ്ഥലത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും മുഖ്യമന്ത്രി മമതാ ബാനർജിയും അപകട സ്ഥലത്ത് അല്പസമയത്തിനകം തന്നെ എത്തും. ഡൽഹിയിൽ നിന്നുള്ള റെയിൽവേയിലെ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഈ സംഘത്തിൽ റെയിൽവേ മന്ത്രിയോടൊപ്പമുള്ള സംഘത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ പാസഞ്ചർ ട്രെയിനിന്റെ കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ പുറകിൽ അതിവേഗത്തിലെത്തിയ ഗൂഡ്സ് ട്രെയിൻ വന്ന് ഇടിച്ചു കയറുകയായിരുന്നു എന്നുള്ളതാണ്. ഗൂഡ്സ് ട്രെയിനിന്റെ ആദ്യ 5 ബോഗികളും കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ അവസാന 4 ബോഗികളുമാണ് ഈ അപകടത്തെ തുടർന്ന് തകർന്നത്. ഗൂഡ്സ് ട്രെയിനിന്റെ ഒരു ബോഗി കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ മുകളിൽ നിലയുറപ്പിച്ച നിലയിലാണ് ഉള്ളത്. അപകടത്തിൽ മരിച്ച 15 പേരിൽ 3 പേർ റെയിൽവേ ജീവനക്കാരാണ് എന്നും സ്ഥിരീകരണമുണ്ട്. ഗൂഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റും സഹ പൈലറ്റും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. കാഞ്ചൻജംഗ എക്സ്പ്രസിലെ ഗാർഡും മരിച്ചവരിൽ ഉൾപ്പെടുന്നു എന്നാണ് റെയിൽവേയിൽ നിന്ന് ലഭിക്കുന്ന വിശദീകരണം. മരിച്ച മറ്റുള്ളവരുടെ പേര് വിവരങ്ങൾ അടക്കമുള്ളവ ഇതുവരെയും ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. കൂടാതെ പരിക്കേറ്റവരുടെ എണ്ണം 50ഓളം എന്ന വിശദീകരണമാണ് റെയിൽവേയിൽ നിന്നും ലഭിക്കുന്നത്. എന്നാൽ 70-ന് മുകളിൽ ഏറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പ്രദേശവാസികളിൽ നിന്നും ലഭിക്കുന്നത്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും പൂർത്തിയാക്കിയിട്ടില്ല. ഈ തകർന്നുപോയ ബോഗികൾക്കുള്ളിൽ ആളുകൾ ഇനിയും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നതടക്കമുള്ള പരിശോധനകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന ദേശീയ ദുരന്ത നിവാരണ സേനകളുടെ നേതൃത്വത്തിൽ ഒപ്പം തന്നെ പശ്ചിമബംഗാൾ പോലീസും ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. അപകടമുണ്ടായി 1 മണിക്കൂറിനകം തന്നെ പ്രത്യേക സംഘത്തെ മുഖ്യമന്ത്രി മമതാ ബാനർജി ഈ പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിനായി നിയോഗിച്ചിരുന്നു. ഡാർജിലിംഗ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഡോക്ടർമാർ അടക്കമുള്ളവർ അടങ്ങുന്ന സംഘമാണ് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് എത്തിയത്. സിലിഗുഡിയിലെ വിവിധ ആശുപത്രികളിലായാണ് പരിക്കേറ്റവരെ നിലവിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഈ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് കേന്ദ്ര സർക്കാർ 2 ലക്ഷം രൂപ ധനസഹായവും റെയിൽവേ 10 ലക്ഷം രൂപ ധനസഹായവും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഗുരുതരമായി പരിക്കേറ്റവർക്ക് റെയിൽവേ 2.5 ലക്ഷം രൂപ ധനസഹായവും ഈ അപകടത്തിൽ നിസ്സാര പരിക്കോ പറ്റിയവർക്ക് കേന്ദ്ര സർക്കാർ 50,000 രൂപയും റെയിൽവേയും 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് തന്നെ വിതരണം ചെയ്യാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അപകടവുമായി
ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, ഈ അപകടത്തിൽ മരിച്ചവരുടെ പേര് വിവരങ്ങൾ, അപകടത്തിന്റെ യഥാർത്ഥ സാങ്കേതിക കാരണങ്ങൾ എന്ത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം കേന്ദ്ര റെയിൽവേ മന്ത്രി അടക്കമുള്ള സംഘം സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തിയാൽ ഉടൻ തന്നെ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം റെയിൽവേ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസും RJDയും ശിവസേന അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിരിക്കുന്നു. തുടർച്ചയായി രാജ്യത്ത് ഇത്തരത്തിൽ വലിയ ട്രെയിൻ അപകടങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിൽ നടപടി ഉണ്ടാകുന്നില്ല എന്നും പരിഹാര മാർഗങ്ങൾ ഉയർന്നു വരുന്നില്ല എന്നുമുള്ള ഒരു കാര്യമാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജിവെക്കണം എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ശരി ബൽറാം, ഏതായാലും സിലിഗുഡിയിലെ ട്രെയിൻ അപകടത്തിന് കാരണം ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് സിഗ്നൽ അവഗണിച്ചതാണ് എന്നതാണ് ഇപ്പോഴത്തെ നിഗമനം. പക്ഷേ അവിടെ സിഗ്നൽ സംവിധാനത്തിന് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കുകയാണ് റെയിൽവേ. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. രാഷ്ട്രീയ ലാഭത്തിന് വർഗീയ പ്രചാരണം നടത്തിയത് CPIM ആണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംഘപരിവാറിനെ പോലും നാണിപ്പിക്കുന്ന വർഗീയ പ്രചാരണമാണ് CPIM വടകരയിലും മലബാറിലും നടത്തിയത്. വർഗീയ പ്രചാരണം നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഉത്തരവാദികൾക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ UDF പ്രക്ഷോഭം തുടങ്ങുമെന്നും VD സതീശൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. MG പ്രതീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഈ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ CPIM ആകപ്പാടെ പ്രതിക്കൂട്ടിലാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ അവസരത്തിൽ UDFും കോൺഗ്രസും അവരുടെ യുവജന സംഘടനകളും ആക്രമണം കടുപ്പിക്കുകയാണ്. ഗോകുൽ, തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വടകരയിലുണ്ടായ വർഗീയ പ്രചരണത്തിലാണ് ഇപ്പോൾ CPIMനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ വർഗീയ പ്രചരണങ്ങൾക്ക് കാരണം CPIM എന്നാണ് VD സതീശൻ പറയുന്നത്. സംഘപരിവാറിനെ പോലും നാണിപ്പിക്കുന്ന വർഗീയ പ്രചരണമാണ് CPIM വടകരയിലും മലബാർ മേഖലയിലും നടത്തിയത് എന്നാണ് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തുന്ന കാര്യം. തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി നടത്തിയതാണ് ഈ വർഗീയ പ്രചരണമെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നുണ്ട്. ഈ ഹീനമായ വർഗീയ പ്രചരണം നടത്തിയവർക്കെതിരെ കടുത്ത നടപടി വേണമെന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പക്ഷേ ആ നടപടിക്ക് സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ എത്ര ഉന്നതരായാലും ശക്തമായ നടപടി ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നടപടി ഉണ്ടായില്ലെങ്കിൽ UDFന്റെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭമായിരിക്കും സംഘടിപ്പിക്കാൻ പോകുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. ഒപ്പം ഗോകുൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ടും അത് CPIMന്റെ സൃഷ്ടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. അത് CPIM സൃഷ്ടിയാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നുവെന്നും സംഘപരിവാർ മെനയുന്ന അതേ തന്ത്രമാണ് വടകരയിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് CPIM മെനഞ്ഞതെന്നും പ്രതിപക്ഷ നേതാവ് ഈ ഘട്ടത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഗോകുൽ, ശരി, തെരഞ്ഞെടുപ്പിന് ശേഷം, വോട്ടെണ്ണലിന് ശേഷം, ഫലം വന്ന ശേഷവും ഒക്കെ വർഗീയ പ്രചാരണം ആര് നടത്തിയെന്ന് സംബന്ധിച്ചുള്ള വാക്പോര് തുടരുകയാണ്. CPIM പ്രതിരോധത്തിലാകുമ്പോൾ അത് നിയമപരമായി കൂടി CPIMനെയും LDFനെയും പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ്. അതിനുള്ള നീക്കങ്ങളിലാണ് UDF. കാസർഗോഡ് ചന്ദ്രഗിരി പുഴയിൽ ഒരാൾ ചാടിയതായി സംശയം. ചന്ദ്രഗിരി പാലത്തിന് മുകളിൽ ചെരുപ്പ് അഴിച്ചു വെച്ചാണ് പുഴയിൽ ചാടിയത്. സ്ഥലത്ത് അഗ്നിരക്ഷാസേനയും പോലീസും തെരച്ചിൽ നടത്തുകയാണ്. അരുൺ പാറക്കൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഇയാൾ ഈ പുഴയിലേക്ക് ചാടുന്നത് ആരെങ്കിലും കണ്ടിരുന്നോ, യാത്രക്കാരോ മറ്റോ? ഗോകുലി, കാസർഗോഡ് നിന്ന് കാഞ്ഞങ്ങാട്ടേക്ക് പോകുന്ന വഴിയിലാണ് ഈ ചന്ദ്രഗിരി പാലമുള്ളത്. പാലത്തിന് നടുവിൽ വെച്ച ചെരുപ്പ് അഴിച്ചു വെച്ച് 40 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ, പുരുഷനാണ്. അദ്ദേഹം പുഴയിലേക്ക് എടുത്തു ചാടി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് കണ്ട ബൈക്ക് യാത്രികൻ, അതായത് അതുവഴി പോയിരുന്ന ബൈക്ക് യാത്രികനാണ് വിവരം പോലീസിലും ഫയർഫോഴ്സിലും അറിയിച്ചത്. ഇപ്പോൾ കാഞ്ഞങ്ങാട്, കാസർഗോഡ്, കുറ്റിക്കോൽ എന്നിങ്ങനെയുള്ള 3 ഫയർ സ്റ്റേഷനുകളിൽ നിന്നുള്ള 3 യൂണിറ്റ് ഫയർഫോഴ്സ് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. 11 മണി മുതൽ ഫയർഫോഴ്സ് തെരച്ചിൽ നടത്തുകയാണ്. പക്ഷേ ഇയാളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇത് ആരാണ് ചാടിയതെന്നോ എന്തിനാണ് ചാടിയതെന്നോ എന്നടക്കമുള്ള വിവരങ്ങൾ ഇപ്പോഴും അവ്യക്തമാണ്. എന്തായാലും ഈ ഭാഗത്താണ്, ചന്ദ്രഗിരി പുഴ ആ പാലത്തിൽ നിന്നാണ് അയാൾ ചാടിയത് എന്ന കാര്യം ഈ ബൈക്ക് യാത്രികനെ അറിയിച്ചു. അവിടെ ഈ ചെരുപ്പ് അഴിച്ചു വെച്ച നിലയിൽ അവിടെ കാണുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ ചന്ദ്രഗിരി പുഴയും കടലും സംഗമിക്കുന്ന സ്ഥലം അത് ആ ചാടിയ ഭാഗത്ത് നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അകലെയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം, ഈ ചാടിയ ആളുടെ മൃതദേഹം ഇന്ന് ലഭിക്കുമോ എന്ന കാര്യത്തിൽ പോലും ഒരു സംശയമാണ്. എന്തായാലും ഫയർഫോഴ്സിന്റെ 3 യൂണിറ്റ് അവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗോകുൽ, ശരി, കാസർഗോഡ് ചന്ദ്രഗിരി പുഴയിലാണ് ഒരാൾ ചാടിയതായ സംശയം. അയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം ഗാന്ധിനഗർ ചെമ്മനംപടിയിൽ വീട് കുത്തി തുറന്ന് 20 പവൻ സ്വർണം കവർന്നു. ചെമ്മനംപടിയിൽ ആലപ്പാട് ചന്ദ്രന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടുകാർ മൂന്നാറിലെ ബന്ധുവീട്ടിൽ പോയ സമയത്തായിരുന്നു സംഭവം. ടോബി ജോൺസൺ ഉണ്ട് കോട്ടയത്ത് നിന്ന്. ടോബി, ഈ മോഷ്ടാക്കളെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്ന CCTV ദൃശ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും സൂചനകൾ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ടോ?
കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ചന്ദ്രനും കുടുംബവും മൂന്നാറിലുള്ള മകന്റെ അടുത്തേക്ക് പോകുന്നത്. ചിന്നക്കനാലിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ എത്തി. അവിടെ 2 ദിവസം താമസിച്ചതിന് ശേഷം ഇന്നലെ ഞായറാഴ്ചയാണ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയത്. വീട്ടിലേക്ക് എത്തുമ്പോഴാണ് ഇത്തരത്തിൽ മോഷണം നടന്ന ഒരു വിവരം ചന്ദ്രനും കുടുംബവും അറിയുന്നത്. വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തി തുറന്ന നിലയിലായിരുന്നു. ശേഷം അകത്ത് കയറി അലമാരിയിൽ ഉണ്ടായിരുന്ന 20 പവൻ മോഷ്ടിച്ചുവെന്നാണ് പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും ഗാന്ധിനഗർ പോലീസ് കേസെടുത്ത് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഫോറൻസിക്കും അതുപോലെ തന്നെ വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിശദമായിട്ടുള്ള പരിശോധനയാണ് നടത്തുന്നത്. വീട് മുഴുവൻ അലങ്കോലമാക്കിയിട്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. വീട് മുഴുവൻ തിരച്ചിൽ നടത്തിയിട്ടുണ്ട്. ലാപ്ടോപ്പ് അടക്കമുള്ള മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം തന്നെ ഈ വീട്ടിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും കൊണ്ടുപോയിട്ടില്ല. സ്വർണം മാത്രമാണ് കൊണ്ടുപോയിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് തൊട്ടടുത്തുള്ള ഏറ്റുമാനൂർ പുന്നത്തുറയിൽ സമാനമായ രീതിയിലൊരു മോഷണം നടന്നത്. അവിടെ നിന്നും ഏകദേശം 12 പവനാണ് നഷ്ടപ്പെട്ടത്. ഇതുപോലെ തന്നെ വീട് പൂട്ടിയിട്ട ശേഷം വീട്ടുകാർ മറ്റൊരു സ്ഥലത്തേക്ക് പോയപ്പോഴാണ് അവിടെയും മോഷണം നടന്നത്. എന്തായാലും വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ഗാന്ധിനഗർ പോലീസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഗോകുൽ, ശരി. കോട്ടയം ചെമ്മനമ്പടിയിലാണ് മോഷണം. പൂട്ടിയിട്ട വീട്ടിൽ നിന്ന് സ്വർണം മാത്രമാണ് മോഷ്ടാക്കൾ കൊണ്ടുപോയിരിക്കുന്നത്. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. ലൈവ് ന്യൂസ് തുടരും ഇടവേളയ്ക്ക് ശേഷം. ലൈവ് ന്യൂസിലേക്ക് വീണ്ടും. പോക്സോ കേസിൽ കർണാടക മുൻ മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. 3 മണിക്കൂറോളമാണ് ചോദ്യം ചെയ്തത്. കേസിൽ യെദ്യൂരപ്പയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. അരുൺ പൂപ്പറമ്പയുണ്ട് ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങളുമായി. അരുൺ, ഈ ചോദ്യം ചെയ്യലിന് ശേഷം യെദ്യൂരപ്പയുടെ ഭാഗത്തു നിന്നോ മറ്റോ പ്രതികരണം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഗോകുൽ, ചോദ്യം ചെയ്യലിന് ശേഷം യെദ്യൂരപ്പയുടെ ഭാഗത്ത് പ്രതികരണം ഉണ്ടായിട്ടില്ല. എന്നാൽ ചോദ്യം ചെയ്യൽ ആരംഭിക്കുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത് കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു. രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടൽ ഈ കേസിനകത്തുണ്ടായിരുന്നു. കേസിന്റെ ആദ്യഘട്ടം മുതൽ താൻ അന്വേഷണത്തോട് സഹകരിച്ചിരുന്നു. എന്നാൽ ചില ലക്ഷ്യത്തോടെയുള്ള ഇടപെടലാണ് ഇപ്പോഴുള്ള നടപടിക്രമത്തിന്റെ കാരണം എന്നതാണ് അദ്ദേഹം ആരോപിക്കുന്നത്. BJP സംസ്ഥാന നേതൃത്വവും അതേ ആരോപണവുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് 3 മണിക്കൂർ നേരമാണ് അന്വേഷണ സംഘം യെദ്യൂരപ്പയെ ചോദ്യം ചെയ്ത് വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്വേഷണ സംഘത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉടൻ തന്നെ ഈ കേസിൽ കുറ്റപത്രം ഉൾപ്പെടെ സമർപ്പിക്കും എന്നതാണ് അന്വേഷണ സംഘം പറയുന്നത്. നേരത്തെ യെദ്യൂരപ്പയ്ക്കെതിരെ ഈ കേസിൽ അറസ്റ്റ് വാറന്റ് ഉൾപ്പെടെ പുറപ്പെടുവിച്ചിരുന്നു. അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരം ബംഗളൂരു ഫാസ്റ്റ് ട്രാക്ക് കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതാണ്. പിന്നീട് യെദ്യൂരപ്പ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി അറസ്റ്റ് താൽക്കാലികമായി തടയുകയും ചെയ്തു. പിന്നീടാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് ചോദ്യം ചെയ്യലിന് യെദ്യൂരപ്പ ഹാജരായത്. ഇതൊരു കെട്ടിച്ചമച്ച കേസാണെന്നാണ് BJP ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നത്. ശരി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ മാതാവാണ് യെദ്യൂരപ്പയ്ക്കെതിരെ ഇത്തരത്തിലൊരു പരാതി ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ മൊഴിയെടുപ്പ് പൂർണ്ണമായിരിക്കുന്നു. അരുൺ പൂപ്പറമ്പയാണ് ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് പന്തീരങ്കാവ് പുത്തൂർ മഠം വടക്കേപ്പറമ്പിൽ വീടിന് മുകളിൽ മരം വീണ് വയോധികയ്ക്ക് ദാരുണാന്ത്യം. അമ്പേച്ചാൽ ചിരിതക്കുട്ടിയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന 4 വയസ്സുകാരി നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മിഥില ബാലൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. രാവിലെ 11:30ക്കാണ് ഈ ഒരു അപകടം ഉണ്ടായത്. ഈ വീടിന്റെ തൊട്ടു താഴെയുള്ള പറമ്പിലെ പന JCB ഉപയോഗിച്ച് പിഴുതുമാറ്റാൻ ശ്രമിക്കുന്നതിനിടെ ഇതിന് മുകളിലുള്ള വീട്ടിലേക്ക് വീഴുകയും വീടിന്റെ മുറ്റത്തുണ്ടായിരുന്ന ചിരിതക്കുട്ടിയുടെ ശരീരത്തിലേക്ക് മരം പതിക്കുകയുമായിരുന്നു. ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിയ അല്ലെങ്കിൽ ദൃക്സാക്ഷികളായ നാട്ടുകാർ ഇവിടെയുണ്ട്. എന്താണ് സംഭവിച്ചത്? ഇന്ന് ഏകദേശം ഒരു 11:30 മണി സമയമായതുകൊണ്ട് ഇന്നിപ്പോൾ വലിയ അവധിയാണ് എല്ലാവർക്കും. കാരണം ഇവിടെ തൊട്ടൊരു പള്ളിയുണ്ട്, അപ്പോൾ ഒരുപാട് ആളുകൾ അവിടെയുണ്ട്. പിന്നെ എല്ലാ വീട്ടിലും ആളുണ്ട് അവധി ആയതുകൊണ്ട്. അപ്പോൾ ഈ അമ്മ ചിരിതക്കുട്ടി അമ്മ ഏകദേശം 90 വയസ്സുള്ള അമ്മയും പേരക്കുട്ടിയും കൂടെ മുറ്റത്ത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ പെട്ടെന്നാണ് പന മറിഞ്ഞു വീഴുന്നത്. ഇവരെ മേലേക്കാവുന്ന ഒരു പ്ലാവിന്റെ കൊമ്പ് വന്ന് ഇതിന്റെ കഴുത്തിന്റെ പെടലേക്ക് വന്ന് വീണു. അപ്പോൾ അത് അവിടെ കിടന്ന് അടിഞ്ഞു. പിന്നെ ഇവരെല്ലാം കൂടെ ഓടി വന്ന് അയൽവാസികളും കൂടെ എല്ലാം ഓടി വന്ന് എടുത്ത് പൊക്കിയാണ് കോടതിയിൽ കൊണ്ടുവന്ന് തീർന്നു പോയിട്ടുണ്ട്. സ്ഥലത്ത് തന്നെ സ്പോട്ടിൽ തന്നെ അമ്മ പോയിട്ടുണ്ട്. അതാണ് അവനാണ്ട് ഏറ്റവും വലിയ ധാരണ. പക്ഷേ ഒന്ന് തെറ്റി ഒരു 15 അടി നേരെ തിരിച്ചാണെങ്കിൽ ഒരു വലിയൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പഠിയുണ്ട്. അതിന് കുട്ടികൾ ഡാൻസ് പഠിക്കുന്നുണ്ടതിന് തിരിച്ചു ഇപ്പോഴും അമ്മ മാത്രമേ പോയിട്ടുള്ളൂ. എല്ലാം മണ്ണ് കൊണ്ട് വിറ്റല്ല, മണ്ണിങ്ങനെ ഇത് ലെവൽ ചെയ്യാൻ വേണ്ടി ചെയ്ത പണിയായിരുന്നത്. അപ്പോൾ പന പെട്ടെന്ന് അപകടത്തിൽ തെന്നി വീണു. പക്ഷെ കയറിട്ടില്ല എന്നുള്ളൊരു വലിയൊരു അപകടം ചെയ്തിട്ടുണ്ട്. വേറെ ഇത്രയും വെയിറ്റ് ഉള്ള ഒരു പന കുലച്ചിരിക്കുന്ന പന, കൊടപ്പന കുലച്ചു കഴിഞ്ഞാൽ ഒരുപാട് വെയിറ്റ് ഉണ്ട്. നിറയെ ഇലയും ഉണ്ട്. ഈ ഓലയെല്ലാം കൂടെ എല്ലാം കൂടെ കനം കൊണ്ട് പെട്ടെന്ന് മറിഞ്ഞു. അപ്പോൾ മാവും പ്ലാവും കൊമ്പും എല്ലാം കൂടെ പൊട്ടി വീണ് ഇതിന്റെ ഈ അമ്മയുടെ മേലേക്കായി പോയി വീണത്. പുറത്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നത്. കാരണം പെട്ടെന്ന് വന്ന് നോക്കുമ്പോൾ അമ്മ അതിന്റെ അടിയിൽ ആരും ഉള്ളിൽ ആളുകൾ കാണുന്നില്ല. അപ്പോൾ ഈ ഒന്നാട് ഈ പനന്റെ കൊല ഒന്നാട് മൂടി കിടക്കുക. ഈ പനന്റെ കൊല മാറ്റിയപ്പോഴാണ് ഈ പ്ലാവിന്റെ അടിയിലാണ് അമ്മ കിടക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ അനിയനാണ്, ഞാൻ അനിയൻ ഓടി വന്ന് പെട്ടെന്ന് കട്ടർ ഓൻ്റെ സ്നേഹിതനെ വിളിച്ച് കട്ടർ കൊണ്ടുവന്ന് ഞാൻ എൻ്റെ സ്നേഹിതനെ വിളിച്ച് അങ്ങനെ എല്ലാവരും കൂടെ വന്ന് വെട്ടി മാറ്റിയെടുത്ത്. പെട്ടെന്ന് കാണില്ല വന്ന് നോക്കിയാൽ.
എത്ര സമയം 15 മിനിറ്റോളം എടുത്തോ? ആ ഒരു 15 മിനിറ്റ് എടുത്തുണ്ടാവും. മരം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ടർ ഇവിടെ അടുത്തുള്ള തന്നെയാണ്. കട്ടർ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് തരാൻ എടുത്ത് ആളുണ്ട്. ഇതാണ് സംഭവിച്ചത്. ഈ മരം വീണ ഉടൻ തന്നെ ഇന്ന് ഒഴിവ് ദിവസമായതുകൊണ്ട് തന്നെ ഈ വീടുകളിലെല്ലാം തന്നെ ആളുകൾ ഉണ്ടായിരുന്നു. അവരെല്ലാവരും നാട്ടുകാരെല്ലാം തന്നെ ഓടിയെത്തി. പക്ഷേ വളരെ ശ്രമകരമായിരുന്നു ഈ ഒരു മരത്തിന്റെ ഉള്ളിൽ നിന്നും അല്ലെങ്കിൽ ഇവരെ ഈ ചിരുതക്കുട്ടിയെ പുറത്തെടുക്കുക എന്നത്. നാട്ടുകാർക്കൊപ്പം TDRF പ്രവർത്തകരും ചേർന്നാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയത്. പക്ഷേ അവരെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒപ്പമുണ്ടായിരുന്ന 4 വയസ്സുകാരിക്കും പരുക്കുണ്ട്. പക്ഷേ ഈ പരുക്ക് ഗുരുതരമല്ല. മിഥുന ബാലൻ, 24 കോഴിക്കോട്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദേവസ്വം വിജിലൻസിന്റെ പരിശോധന. ക്ഷേത്ര പരിസരത്തെ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് ഇടംപിരി ശംഖ് കിട്ടിയ സംഭവത്തെ തുടർന്നാണ് പരിശോധന നടത്തുന്നത്. മനീഷ് മഹിബാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഈ ക്ഷേത്രത്തിലെ തന്നെ വഴിപാടായി ലഭിച്ചത് അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ ആസ്തിയായിട്ടുള്ള ശംഖാണോ ഈ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് കിട്ടിയത്? ഗൂഗിൾ നിലവിൽ വെള്ളി കെട്ടിയ ഒരു ശംഖാണ് കഴിഞ്ഞ ദിവസം അവിടെയുള്ള മാലിന്യ കൂമ്പാരത്തിൽ നിന്നും ഒരാൾക്ക് ലഭിച്ചത്. അത് പിന്നീട് ക്ഷേത്രം ഭാരവാഹികളെ ഏൽപ്പിച്ചു. പക്ഷേ ആ സംഭവത്തിലാണ് നിലവിൽ ഇന്ന് ഈ ദേവസ്വം ബോർഡ് വിജിലൻസ് ഇന്ന് ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു പതക്കവും ഇതേ രീതിയിൽ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് ലഭിച്ചിട്ട് വലിയ വിവാദമായിരുന്നു. പിന്നീടാണ് ഈ രീതിയിൽ ശംഖും ലഭിക്കുന്നത് അന്വേഷണത്തിന് ഇടയാക്കിയിട്ടുള്ളത്. വെള്ളി കെട്ടിയ ഇടംപിരി ശംഖ് ആണ് നിലവിൽ ലഭിച്ചിട്ടുള്ളത്. അമ്പലപ്പുഴ കാക്കാഴം സ്വദേശിയായിട്ടുള്ള വേണുവിനാണ് ക്ഷേത്രത്തിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ വർഷങ്ങളായി ചെയ്യുന്ന ആളാണ് ഇയാൾക്ക് കഴിഞ്ഞ ദിവസമാണ് ഈ അമ്പലപ്പുഴ ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള കുളത്തിന്റെ വടക്ക് ഭാഗത്ത് മാലിന്യം നീക്കം ചെയ്തതിന്റെ നടുവിൽ നിന്ന് ഈ ശംഖ് ലഭിച്ചത്. സംഭവം വിവാദമായതോടെ അമ്പലപ്പുഴ പോലീസിനെ ഈ ശംഖ് ഏൽപ്പിച്ചു. പിന്നീട് ശംഖ് അമ്പലപ്പുഴ ക്ഷേത്രം ഭാരവാഹികൾക്ക് ഏൽപ്പിക്കാൻ പറഞ്ഞു. പക്ഷേ ഈ വിഷയത്തിൽ അമ്പലപ്പുഴ പോലീസാണ് ഇത് ക്ഷേത്രം ദേവസ്വം ബോർഡ് വിജിലൻസിനെ വിവരം അറിയിച്ചത്. വിജിലൻസ് ബോർഡ് ഇന്ന് എന്താണ് നിജസ്ഥിതി എന്നറിയാൻ വേണ്ടിയിട്ടുള്ള പരിശോധന നടത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും വിജിലൻസ് ദേവസ്വം വിജിലൻസിനെ സംബന്ധിച്ചുള്ള എന്താണ് വസ്തുത എന്നുള്ള കാര്യം ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. ഗൂഗിൾ ശരി, അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ പരിസരത്തെ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് ഇടംപിരി ശംഖ് കിട്ടിയ സംഭവത്തിലാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസിന്റെ പരിശോധന നടക്കുന്നത്. ലൈവ് ന്യൂസിലേക്ക് വീണ്ടും. തെലങ്കാനയിൽ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥികൾ ദുരിതത്തിൽ. ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാലും അവധി അനുവദിക്കുന്നില്ലെന്ന് പരാതി. തെലങ്കാന സിദ്ദിപ്പേട്ടിലെ RVM കോളേജിലെ 400-ലധികം വരുന്ന മലയാളി വിദ്യാർത്ഥികളാണ് ദുരിതമനുഭവിക്കുന്നത്. സ്വഭാവ സർട്ടിഫിക്കറ്റും ഇന്റേണൽ മാർക്കും കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുവെന്നും നഴ്സിംഗ് വിദ്യാർത്ഥികൾ 24-നോട് പറഞ്ഞു. ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ആണ് ഇവിടെ ഫോൺ സബ്മിറ്റ് ചെയ്യണം. ഞങ്ങളുടെ ഫോൺ മിസ്സായി കഴിഞ്ഞിട്ട് അവർക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലാന്നും പറഞ്ഞിട്ട് ഫസ്റ്റ് ഇയറിൽ തന്നെ ഞങ്ങൾ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് അവരൊരു ലെറ്റർ സൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ബേസിൽ അവരിപ്പോ പറയാണ് ഞങ്ങൾക്ക് തന്നെയാണ് ഞങ്ങളുടെ ഫോണിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന്. അത് മാത്രമല്ല ഞങ്ങൾ ഫോൺ ഇപ്പം ഇവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാതെ ഫോൺ സബ്മിറ്റ് ചെയ്യാനെന്ന് പറഞ്ഞതിന് ഞങ്ങളുടെ ഇന്റേണൽ മാർക്ക്, ഞങ്ങളുടെ പ്രാക്ടിക്കൽസ് ഇങ്ങനെ കാര്യങ്ങളിലെല്ലാം മാർക്ക് വെച്ച് ഞങ്ങളെ പരീക്ഷയ്ക്ക് തോൽപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യണം. മാത്രമല്ല ഫോൺ മൊത്തം ഇപ്പം കൊറിയർ അയച്ച് വീട്ടിൽ കൊടുക്കാനാണ് അവർ പറയുന്നത്. മനേഷ് മൂർത്തി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. മനേഷ്, ധാരാളം മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഇടമാണ് തെലങ്കാന. എന്താണ് ഈ കോളേജ് അധികൃതർ ഇത് സംബന്ധിച്ച് പ്രതികരിക്കുന്നത്? രക്ഷിതാക്കൾ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ടോ? ഗൂഗിൾ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സമീപനമാണ് ഈ പറഞ്ഞ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നായാലും ഹോസ്റ്റൽ അധികൃതരുടെ ഭാഗത്തു നിന്നുമായാലും ഈ വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വരുന്നത്. ഏറെ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം, അത്രയധികം ദുരിതം അവർ അനുഭവിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മളെ സമീപിക്കുന്നത്. അവർ പറയുന്നത് മൂന്നാം വർഷ വിദ്യാർത്ഥികളാണ് നമ്മളോട് സംസാരിച്ചത്. അവർ അതായത് അവർ ജോയിൻ ചെയ്ത് ഒരാഴ്ചക്കകം തന്നെ ഇവരെ വാർഡുകളിൽ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് ഒരു ദിവസം പോലും അവധി എടുക്കാൻ സമ്മതിക്കാതെ പൂർണ്ണമായും തന്നെ ഈ പറഞ്ഞ രീതിയിൽ ജോലിക്ക് മാത്രമായി നിയോഗിക്കുന്നു. മാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവധിയെടുക്കാൻ സമ്മതിക്കാറില്ല. അത്ര മോശമായ രീതിയിലുള്ള സംസാരവും പെരുമാറ്റവും ഒക്കെയാണ് ഈ കോളേജിന്റെയും അതുപോലെ തന്നെ ഈ ഹോസ്റ്റൽ അധികൃതരുടെയും ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അതായത് ഇവർ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ്സിൽ പോകുമ്പോൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഫോൺ ഇവർ സാധാരണ രീതിയിൽ ഏൽപ്പിച്ചിട്ടാണ് പോവാറ്. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്കിടയിൽ ഏകദേശം നിരവധി ഫോണുകൾ ഈ വിദ്യാർത്ഥികളോട് നഷ്ടപ്പെടുന്ന ഒരു സമീപനം ഉണ്ടായി. അതിനെ ചോദ്യം ചെയ്തതോടുകൂടിയാണ് ഈ രീതിയിലുള്ള കുറച്ചുകൂടി പ്രശ്നങ്ങളിലേക്ക്
കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ മോശമായ സമീപനമാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഈ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉള്ളത്. ഇവരെ ഭീഷണിപ്പെടുത്തുകയാണ്. അതായത് ഇന്റേണൽ മാർക്കും അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ഈ പറഞ്ഞ പരീക്ഷകൾക്ക് മാർക്ക് കുറയ്ക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. 4-ാം വർഷം അതായത് നിലവിൽ കോഴ്സ് കഴിഞ്ഞ ആളുകൾ പോലും അവിടെയുണ്ട്. അവരുടെ സർട്ടിഫിക്കറ്റുകൾ പോലും തടഞ്ഞു വെച്ചുകൊണ്ട് അവരെ അവിടെ തന്നെ ജോലി എടുപ്പിക്കുന്ന, നിർബന്ധിച്ച് ജോലി എടുപ്പിക്കുന്ന ഒരു സമീപനമാണ് എന്തായാലും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വളരെ കഷ്ടപ്പെട്ട വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിലാണ് എന്തായാലും ആ കുട്ടികൾ നമ്മളുമായി ബന്ധപ്പെട്ടത്. ശരി മനേഷ്, ഏതായാലും മുതിർന്ന കുട്ടികളാണ്. അവരുടെ ഫോൺ അടക്കം പിടിച്ചു വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്നത് കോളേജ് മാനേജ്മെന്റ്. തെലങ്കാനയിലാണ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ പരാതി ഉന്നയിക്കുന്നത്. ഇതോടെ ലൈവ് ന്യൂസ് പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് സൂപ്പർ ഫാസ്റ്റുമായി ഇനി സ്പീഡ് ന്യൂസുമായി കീർത്തന കേശവനെത്തും.